ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് ബാഡ്മിൻ്റൺ മൂവ്മെൻറ്റിലെ രണ്ടാമത്തെ കമ്പോണൻസ് ആയ റണ്ണിങ് സ്റ്റെപ്പിനെ പറ്റിയും അതുപോലെ തന്നെ മൂന്നാമത്തെ കമ്പോണൻസ് ആയ ചസേ മൂവ്മെൻറ്റിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റണ്ണിങ് സ്റ്റെപ്പ് നമ്മൾ മോസ്റ്റ്ലി രണ്ട് ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഷട്ടിൽ കോക്ക് ഒരുപാട് ദൂരെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റണ്ണിങ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റെപ്പിന് നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഫോർവേഡ് റണ്ണിങ്, സെക്കൻഡ് വൺ ബാക്ക്വേർഡ് റണ്ണിങ്. You can do the forward running. Yes. Then forward running നമുക്ക് ലോങ് സ്റ്റെപ്പ് വെച്ചാലും കുഴപ്പമില്ല, ഷോർട്ട് സ്റ്റെപ്പ് ആയാലും കുഴപ്പമില്ല, ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ ഓഫ് ദ ഷട്ടിൽ കോക്ക്. ഇനി നമ്മൾ ബാക്ക്വേർഡ് മൂവ്മെന്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ടോയിലായിരിക്കണം നമ്മൾ ലാൻഡ് ചെയ്യേണ്ടത്. ദെൻ ഷോർട്ട് സ്റ്റെപ്പ് ആയിരിക്കണം ബാക്ക്വേർഡ് പോണ്ട്, ഷോർട്ട് സ്റ്റെപ്പ്. ചെസേ മൂവ്മെന്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഈസി ലാൻഡിങ്ങിന് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെസേ മൂവ്മെന്റ് യൂസ് ചെയ്യാവൂ. ചെസേ മൂവ്മെന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഞ്ച് മൂവ്മെന്റിനെ കംഫർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാല് മറ്റൊരു കാലിനെ ചേസ് ചെയ്ത് മൂവ് ചെയ്യുന്ന മൂവ്മെന്റ് ആണ് ചെസേ മൂവ്മെന്റ്. നമുക്ക് അതിന്റെ ഡെമോ കാണാം. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു കാല് മറ്റൊരു കാലിനെ ചേസ് ചെയ്ത് പോകുന്ന മൂവ്മെന്റ് ആണ് ഇത്. പ്ലീസ് കം ബാക്ക്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡി നമ്മുടെ നീ കുറച്ച് ബെൻഡ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ, എന്നാലേ മൂവ്മെന്റ് സ്പീഡ് ആവുള്ളൂ. നമ്മൾ സ്റ്റിഫ് ആയിട്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മുടെ ചെസേ മൂവ്മെന്റിനെ പറ്റി നമ്മൾ പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ബാഡ്മിൻ്റൺ ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.